നമ്മൾ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ അത് കേവലം സാമൂഹിക പ്രവർത്തനങ്ങളല്ല എന്ന് നമുക്കറിയാം. ഇത് വെറും സോഷ്യൽ വർക്കോ ചാരിറ്റി പ്രവർത്തനങ്ങളോ ഒന്നുമല്ല. ഇത് കത്തോലിക്ക സഭയുടെ ഒരു ആത്മീയ ഘടനയിൽ രൂപപ്പെട്ട ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്. നിങ്ങൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ കാര്യങ്ങളെല്ലാം അംഗമായി എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മിക്കവാറും ഇവരെല്ലാവരും കൂടി നിങ്ങളെ ഒരു സംഘടന ആക്കാതിരുന്നാൽ മതിയായിരുന്നു, ഒരു സാധാരണ സാമൂഹിക പ്രവർത്തനം ആക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് കേവലം സോഷ്യൽ വർക്കല്ല, ഇത് ദൈവാരാധനയുടെ തുടർച്ചയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാളെ സഹായിക്കുന്നത് നമ്മുടെ ദൈവാരാധനയുടെ തുടർച്ചയാണ്. എക്സ്റ്റൻഷൻ ഓഫ് ഡിവൈൻ ലിറ്റർജി എന്ന് പറയാറുണ്ട്. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അൾത്താരയിലെ ബലി അവസാനിക്കുന്നിടത്ത് ജീവിതത്തിലെ ബലി ആരംഭിക്കുകയാണ്. അതാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ സ്നേഹത്തിന്റെ പാരമ്യമാണ് ആഘോഷിക്കുന്നതെങ്കിൽ ആ സ്നേഹം പ്രവൃത്തിയിലൂടെ കടന്നു വരുന്നതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നതും ദൈവാരാധനയുടെ ഭാഗമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അതിന്റെ വ്യത്യാസം എന്താണ്? ദൈവാരാധനയുടെ ഭാഗമാകുമ്പോൾ ദൈവത്തിന്റെ മുഖം മനുഷ്യനിൽ കാണുന്നത് കൊണ്ടാണ് നമ്മൾ അവനെ ശുശ്രൂഷിക്കുന്നത്. അവനോട് നമുക്കൊരു സിമ്പതി തോന്നുന്നത് കൊണ്ടല്ല. ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അൾത്താരയിൽ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ അതിന്റെ തന്നെ തുടർച്ചയായിട്ട് വരേണ്ടതാണ് മനുഷ്യനില് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും കണ്ട് ആരാധിക്കുക എന്നുള്ളത്. അപ്പോ നമുക്ക് ഈ ഒരു അടിസ്ഥാനപരമായ ബോധ്യം വേണം. നമ്മൾ ചെയ്യുന്നത് കേവലം സാമൂഹ്യ പ്രവർത്തനമല്ല, ദൈവാരാധനയുടെ തുടർച്ചയാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇപ്രകാരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം ഏർപ്പെടുമ്പോൾ ഇതൊരു കാരുണ്യ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിശീലനത്തെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വല്യപ്പന്മാര് കാണും, അപ്പന്മാര് കാണും, അമ്മമാര് കാണും, ചെറുപ്പക്കാര് കാണും. പക്ഷെ നിങ്ങൾ ഈ വിൻസെന്റ് പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയും നിങ്ങളുടെ ദശാംശം എല്ലാം കൂടെ കളക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ കുടുംബത്തെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ സ്വാധീനിക്കുന്നുണ്ട്, കൂടുതൽ കാരുണ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ഞാൻ ഈ അടുത്ത നാളില് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. നെഗറ്റിവിറ്റിയെ കുറിച്ചാണ് വായിച്ചത്. അപ്പൊ അതിൽ പറയുന്നത് നമ്മുടെ മനുഷ്യനെ സന്തോഷിക്കാൻ, ശരിക്കും ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മുടെ എല്ലാ ഉള്ളിൽ ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ട്. ഇപ്പൊ സാധാരണ നമ്മുടെ കുടുംബങ്ങളൊന്നും നോക്കി, നമ്മൾ ഈ കത്തോലിക്ക കുടുംബങ്ങളുടെ കാര്യം പ്രത്യേകിച്ചും ഞാൻ ചിന്തിക്കാറുണ്ട്. നല്ല കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ. പൊതുവെ നല്ല ഐക്യത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ്. വിവാഹമോചനമൊക്കെ ഇപ്പോഴും നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. ഇപ്പോഴും നിങ്ങൾ അച്ഛന്മാരൊക്കെ പള്ളിയിൽ ഇച്ചിരി കൂട്ടി പറഞ്ഞാലും നിങ്ങൾ സങ്കടപ്പെടരുത്, മോശമായിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പോഴും നമ്മൾ തീരെ മോശമായിട്ടില്ല, നമ്മള് കുഴപ്പമില്ലാതൊക്കെയാണ്. അപ്പോ നല്ല സ്ഥിരതയുള്ള കുടുംബങ്ങൾ നമുക്കുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ശ്രദ്ധ കൊടുക്കുന്ന കുടുംബങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ആ രീതിയിലൊക്കെ അതുപോലെ അക്രമ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. കൊല്ലാനും തല്ലാനും ഒന്നും നമ്മൾ പൊതുവെ പോകാറില്ല ക്രിസ്ത്യാനികൾ. കാരണം ഈ സഹോദരനെ സ്നേഹിക്കണം എന്നാണല്ലോ നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ അക്രമ പ്രവർത്തനങ്ങൾക്കൊന്നും പോകാറില്ല. ഞാൻ ഈ വലിയ ക്രിമിനൽ കേസിന്റെ ഒക്കെ വാർത്ത പത്രത്തിൽ വായിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഇതിനകത്ത് കത്തോലിക്ക തൊഴുത്തിൽപ്പെട്ട വല്ലൊരു ഉണ്ടോ എന്നാണ്. ഏതായാലും അങ്ങനെ അധികം പേരെ കണ്ടിട്ടില്ല കേട്ടോ. വളരെ നമ്മളെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും ഒക്കെ ഓരോരുത്തരൊക്കെ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഒത്തിരി പേരൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മൾ കൂടുതലും ഈ അതിരുമാന്തൽ, പിന്നെ കാശ് കടം മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുക, പറ്റിക്കുക, ചേട്ടന്റെ തനിയെ സ്വന്തമാക്കുക, കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുക, ഈ ജാതി കലാപരിപാടികളാണ് നമുക്ക് കൂടുതൽ. അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും തമ്മിൽ ഭേദം എന്നേ പറയാറുള്ളൂ. ആരെ കൊല്ലാനൊന്നും പോകുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല കുടുംബങ്ങളാണ്. പക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒത്തിരി നെഗറ്റിവിറ്റി ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വഴക്ക് പിടിക്കുന്ന പാർട്ടികളുണ്ട്.
ഇന്ന് രാവിലെ വഴക്ക് പിടിച്ചിട്ട് വന്നവർ ഇക്കൂട്ടത്തിൽ കാണും. വിൻസെന്റ് പോളിന് പോവാ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറുതെ വിടുന്നെന്ന് പറഞ്ഞുകൊണ്ട് വന്നവരൊക്കെ ഉണ്ട്. രാവിലെ മുതൽ നമ്മൾ വഴക്ക് തുടങ്ങുകയാണ്. എന്താണ്? കട്ടൻ കാപ്പിക്ക് കടുപ്പം പോലെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക, യുദ്ധം തുടങ്ങുകയാണ്. എന്നാ പിന്നെ അത് കുടിക്കാതിരുന്നാ പോലെ അതിൽ കുടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഉടനെ യുദ്ധവും തുടങ്ങും. അതാണ് നമ്മൾ എന്തോ ഈ വഴക്ക് വെളിപ്പെടുത്തം, കുറ്റം പറച്ചില്, പരാതി പറച്ചില് എന്ന് തുടങ്ങി നമ്മുടെ കുടുംബാന്തരീക്ഷം ഒത്തിരി നെഗറ്റീവാണ്. അപ്പോ നെഗറ്റിവിറ്റിയുടെ പരിഹാരം പോസിറ്റിവിറ്റിയാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറയാം. ഞാൻ അങ്ങനെ ഓർത്തോണ്ടത്. പക്ഷെ അതിനകത്തുണ്ട്, ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നെഗറ്റിവിറ്റിയുടെ പരിഹാരം കരുണയായിരിക്കുക എന്നുള്ളതാണ്. കൈൻഡ്നെസ് ആണ് നെഗറ്റിവിറ്റിയുടെ പരിഹാരം. പരസ്പരം കരുണയായിരിക്കുക. അതാണ് നമ്മുടെ ഉള്ളിലെ ഈ നിഷേധ ചിന്തകളെ കളയാനുള്ള ഏറ്റവും നല്ല മാർഗം. ശരിക്കും പറഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യമാരോട് കരുണയായിരിക്കുക, അല്ലെ? ഒരു വലിയ കരുണ കുടുംബത്തിലാണ് ആരംഭിക്കേണ്ടത്. കാരണം അവർക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനൊക്കെ പറ്റത്തുള്ളൂ, അല്ലെ? അവർ ഔദാര്യപൂർവ്വം അത് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനിയിപ്പോ ഫെമിനിസത്തിന്റെ കാലമൊക്കെ കൂടി ഭാര്യ പറയുകയാണ്, ആദ്യത്തെ കൊച്ചിനെ ഞാൻ പ്രസവിച്ചില്ലേ, രണ്ടാമത്തിനെ ഇയാള് ചെയ്തെന്ന് പറയാൻ നമ്മൾ വിട്ടുപോകും. പക്ഷേ അവരത് വളരെ ഔദാര്യപൂർവ്വം, അല്ലെ? 10 മാസം ഈ കുഞ്ഞുങ്ങളൊക്കെ വല്ലവരും ഓർക്കുന്നുണ്ടോ? എത്ര കഷ്ടപ്പെട്ടാണ് ഇവര് ഒന്ന് വെളിച്ചം കാണിക്കുന്നതെന്ന്. അപ്പൊ അവരോട് നമ്മൾ കാണിക്കേണ്ട ഒരു പ്രത്യേക കരുണയും വാത്സല്യവും സ്നേഹവും ഉണ്ട് സ്ത്രീകളോട്. അവർ കുടുംബത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടത്തുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്, ഈ മദ്യപിച്ചൊക്കെ കുടുംബം നോക്കാതെയൊക്കെ കഴിയുന്ന ഒത്തിരി ചേട്ടന്മാര് നമുക്കുണ്ട്. പുരുഷന്മാരാണ് ഈ ലെവലിലൊക്കെ ഉത്തരവാദിത്വം ഇല്ലാതെ പോകുന്നതിൽ കൂടുതൽ. നന്നായാൽ ഏറ്റവും നല്ലത് പുരുഷനാകട്ടോ. പക്ഷേ ഇങ്ങനെ അവർക്ക് 2 കാലുണ്ടെങ്കിലും 4 കാലിൽ നടക്കാൻ താല്പര്യപ്പെടുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. കേരളത്തില് ഇന്നലത്തെ കണക്ക് പത്രത്തിൽ കണ്ടു, 179 രൂപയുടെ മദ്യം 1500 രൂപയ്ക്കാണ് സർക്കാർ നമ്മളോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി നമുക്ക് തരുന്നത്. 179 രൂപ വിലയുള്ള മദ്യത്തിന് 1500 രൂപ വില കിട്ടും. അത് മേടിക്കാൻ ക്യൂ നിൽക്കുന്ന മണ്ടനാണ് മലയാളി. സർക്കാരിനറിയാം ഇത് 2000 രൂപയാക്കിയാലും ഇവ മേടിക്കും. എത്ര ദിവസത്തെ ഇവന്റെ കൂലിയാണ് അവൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്നിട്ടോ ഇവന്റെ ഭാര്യ കഷ്ടപ്പെട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ്, തൊഴിലുറപ്പിനും ഒക്കെ പോയി. എത്രമാത്രം കരുണ അർഹിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ അമ്മമാർ. അതുപോലെ തന്നെ കാര്യം കണ്ടുപിടിക്കുമെങ്കിലും ഈ പുരുഷന്മാരും കരുണ അർഹിക്കുന്നവരാണ്. കാരണം ഒരുപക്ഷെ അവരാഗ്രഹിച്ച ജോലി കിട്ടിക്കാണുകയില്ല. ഇപ്പൊ പുരുഷ കേന്ദ്രീകൃതമായ ഒരു കുടുംബമൊക്കെയാണ് നമ്മുടെ ഒരു വ്യവസ്ഥിതി. അവിടെ പുരുഷന് തൊഴിൽ കിട്ടുന്നില്ല. നമ്മുടെ കേരളത്തിന്റെയൊക്കെ വളരെ വിചിത്രമായ അവസ്ഥയാണ്. എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു വ്യക്തിക്ക് പോലും കൂടിപ്പോയ 20,000 രൂപ, 15,000 രൂപ, 20,000 രൂപ കൊടുക്കുന്ന ഒരു വല്ലാത്ത വ്യവസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നിരാശയുണ്ടാവുക സ്വാഭാവികമാണ്. പുരുഷന്റെ നിരാശയാണ് കേരളീയ സമൂഹം ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒരു സാമൂഹിക പ്രശ്നം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പുരുഷന്മാരുടെ നിരാശ. കാരണം എന്താ? ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് ആരോഗ്യമുണ്ട്, പക്ഷേ എനിക്ക് പണം കിട്ടത്തില്ല. അപ്പൊ പിന്നെ എന്നെ എടുക്കും. അപ്പൊ പിന്നെ കിട്ടുന്നതിന് വെള്ളമടിച്ച് നിരാശപ്പെട്ട് നശിപ്പിച്ച് കഴിയുന്ന ഒത്തിരി പേരുണ്ട്. പുരുഷന്മാരും കരുണ അർഹിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളും അതെ. നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലത്തൊക്കെ ഒത്തിരി ഒറ്റപ്പെട്ട് വളരുന്ന കുട്ടികളാണ്. അവരുടെ ഏകാന്തത വളരെ വലുതാണ്. അവരോട് നമ്മൾ കരുണ കാണിക്കേണ്ടതാണ്. ഇങ്ങനെ പരസ്പരം കരുണ കാട്ടുമ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷം ഭയങ്കര സന്തോഷമുള്ളതായിട്ട് മാറും, സ്നേഹം നിറഞ്ഞതായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റിവിറ്റിയുടെ റെമഡി എന്ന് പറയുന്നത് കൈൻഡ്നെസ് ആണ്. ബി കൈൻഡ് ടു എവ്രി വൺ. ആ കാരുണ്യത്തിന്റെ ഭാവം അത് കുടുംബത്തിൽ, ആ ഒരു കാരുണ്യം നിറയുമ്പോൾ അത് കുടുംബത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല, അത് കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ്. ഞാനൊരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു. അവന് നാട്ടിലെ എല്ലാ കാരുണ്യ പ്രസ്ഥാനങ്ങൾക്കും മുമ്പിലുണ്ട്. അവന് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും അവൻ രക്തം ദാനം ചെയ്യാനായിട്ട് പോകും. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അവന്റെ ഒരു ഭയങ്കര ആവേശമാണ്. പിന്നെ നാട്ടിൽ എവിടെ അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം മുന്നിൽ അവനുണ്ട്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം അവനുണ്ട്. എവിടെ സഹായം ആര് ചോദിച്ചാലും അവൻ പോകും. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിനക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഇത്രയും മനുഷ്യനെ സഹായിക്കാനൊക്കെ ഉള്ള ഒരു പ്രചോദനം? ഉടനെ അവൻ പറഞ്ഞു, അത് തമാശ പിതാവേ. എന്താണത്? ഞങ്ങൾ 4-5 ആൺമക്കളാണ് വീട്ടിൽ. ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ കണ്ടു വളരുന്ന ഒരു കാഴ്ചയുണ്ട്. വൈകുന്നേരം ആവുമ്പം അത്താഴം എല്ലാം കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് അത്താഴം എല്ലാം കഴിക്കും എല്ലാവരും കൂടെ. അത് കഴിയുമ്പം
അപ്പൻ അമ്മയെ ഫ്രീ ആക്കി അടുക്കളയിൽ കയറി പാത്രം കഴുകി കൊടുക്കും. ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാര് ചോദിക്കുന്നത് ഇത് ഏത് നാട്ടിലാണ് പിതാവ്? അങ്ങോട്ട് പോയേക്കായിരുന്നു. അപ്പോ പാത്രം കഴുകി കൊടുക്കും. അമ്മയുടെ വേദനയിൽ അപ്പൻ പങ്കുചേരുന്നതാണ്. അപ്പോ അമ്മയോട് ആമ്പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അവന്മാര് ഓരോരുത്തരും അമ്മയെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ വന്ന് ഇത് 5 വലുതായപ്പോ ഇതുങ്ങൾക്ക് എല്ലാം കഴുകാനുള്ള പാത്രം അമ്മയുടെ കയ്യിൽ ഇല്ലാതായി. അപ്പൊ അവർ അയലോകത്തെ വീട്ടിൽ പോയി കഴുകാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അയലോകത്തെ വീട്ടിൽ പോയി സഹായിക്കാൻ തുടങ്ങിയത്രേ. അവൻ തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. അപ്പൻ അമ്മയോട് കാട്ടിയ കാരുണ്യമാണ് ഈ മകന്റെ മനസ്സിൽ നാട്ടുകാരോട് കാരുണ്യം കാട്ടാനായിട്ട് അവന് പ്രചോദനമായത്. എന്ന് പറയുന്ന പോലെ കുടുംബത്തിൽ ഒരു കാരുണ്യ സംസ്കാരം വളരുമ്പോൾ അത് പടർന്നു പിടിക്കുകയാണ്. അത് ഏറ്റവും ക്രൈസ്തവമായ ഒരു ചൈതന്യം എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ബൈബിളിന്റെ ഹൃദയം മുഴുവൻ കാരുണ്യമാണ്. പ്രത്യേകിച്ച് പുതിയ നിയമമാണല്ലോ വെളിപാടിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അവിടെ കാരുണ്യമാണ് വചനത്തിന്റെ ഹൃദയം. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആത്മീയത ഉണ്ടെന്നുള്ളതിന്റെ ലക്ഷണം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഭാഷാപരവോ പ്രവചനപരവോ ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ മുഴുവനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുകയല്ല. ഞാനത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാവണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആത്മീയരാണോ എന്നുള്ളതിന്റെ ലക്ഷണം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ്? സ്നേഹം, അല്ലെ? ആദ്യമായിട്ട് പറയുന്നത് സ്നേഹമാണ്. ആനന്ദം, ഒരു സന്തോഷം. പിന്നെ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, ഇങ്ങനെ ഉള്ള പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, വിശ്വസ്തത, ആത്മസംയമനം, ഇങ്ങനെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്നറിയുമ്പോഴാണ് നമ്മൾ ആത്മീയരാണ് എന്ന് വരിക. അതുകൊണ്ടാണ് ഈ സ്നേഹത്തിന്റെ അനുഭവത്തിൽ വളരാനായിട്ട് സാധിക്കുക. അതാണ് സുവിശേഷത്തിന്റെ ഹൃദയം തന്നെ. ശിക്ഷയല്ല, സ്നേഹമാണ്. ഒരിക്കല് ഞാൻ ഈ മെത്രാനായി കഴിഞ്ഞ പിന്നെ ഒരു സഹോദരി എനിക്ക് മിക്കവാറും ഇമെയിലുകൾ അയക്കും. ആ ഇമെയിലിനകത്ത് അവര് വചനം പ്രഘോഷിക്കുകയാണ്. ഒരു വചനം കാണും, ഒരു വചനം ടൈപ്പ് ചെയ്തിട്ട് അത് അവർക്ക് അറിയാവുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരു സുവിശേഷ പ്രഘോഷണമാണ്. അപ്പൊ എനിക്കും സന്തോഷമായി. കാരണം നമ്മൾ രാവിലെ വന്ന് ഓഫീസിൽ ഇരിക്കുമ്പോൾ തന്നെ ആദ്യം തുറക്കുന്ന ഇമെയിൽ ഇവരുടേതായിരിക്കും. അത് ദൈവവചനത്തിലാണ് തുടങ്ങുന്നത്. അപ്പൊ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇത് മുഴുവൻ ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ചും കഠിനമായ ശിക്ഷകളെ കുറിച്ചും ഒക്കെയുള്ള വചനങ്ങൾ തന്നെയാണ് ഇവർ അയക്കുന്നത്. അപ്പൊ ഞാന് അവർക്ക് ഒരു ദിവസം മറുപടി അയച്ചു, സഹോദരി, ദൈവവചനങ്ങളെല്ലാം അയക്കുന്നതിന് നന്ദി, അതെന്നെ ഒത്തിരി ധ്യാനിക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് മാത്രമുള്ള വചനങ്ങളല്ലല്ലോ ബൈബിളിലുള്ളത്, രക്ഷയെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെ ഒത്തിരി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതും കൂടെ ഒന്ന് എഴുതി വിടുവാണെങ്കിൽ നന്നായിരിക്കും. പിറ്റേ ഇമെയിൽ എന്നോട് ഒരു കരുണയും ഇല്ലാതെ അവരെന്നെ വായി വരുന്നതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഇമെയിലായിരുന്നു. നിങ്ങൾ ഈ അച്ഛന്മാരും മെത്രാന്മാരും കാരുണ്യം മാത്രമേ പറയുന്നുള്ളൂ, ശിക്ഷയെ കുറിച്ച് പറയുന്നില്ല, തോന്നിവാസം നടക്കുകയാണ്, എല്ലാവരും മനുഷ്യന് പേടി വേണം എന്നാലേ മര്യാദയ്ക്ക് ജീവിക്കത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞു. ആ സഹോദരിയുടെ യുക്തി ശരിയായിരിക്കും. പേടിയുണ്ടാലേ മനുഷ്യൻ നന്നായിട്ട് ജീവിക്കത്തുള്ളൂ. പക്ഷെ സുവിശേഷം പ്രതീക്ഷിക്കുന്നത് ഭയപ്പെട്ട് നന്നായിട്ട് ജീവിക്കാനല്ല. ഞാൻ മര്യാദയ്ക്ക് ജീവിക്കുന്നത് എന്തിനെങ്കിലും പേടിച്ചിട്ടാണെങ്കിൽ അത് ക്രൈസ്തവമായ ഒരു മര്യാദയൊന്നുമല്ല കേട്ടോ. ക്രൈസ്തവമായ സ്നേഹം എന്ന് പറയുന്നത്, കൽപ്പന പാലിക്കൽ എന്ന് പറയുന്നത്, അത് സ്നേഹത്താൽ പ്രേരിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ സക്കേവൂസിന്റെ ആ മനസ്സാന്തര കഥ ധ്യാനിച്ചിട്ടുണ്ട്. സക്കേവൂസ് ശരിക്കും പറഞ്ഞാൽ വെറുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. യഹൂദനായിരിക്കെ യഹൂദന്മാരിൽ നിന്ന് 4-5 ഇരട്ടി നികുതി പിരിച്ചിട്ട് അതിൽ ഒരു ഭാഗം കൊണ്ടുപോയി റോമാക്കാർക്ക് കൊടുക്കും, ബാക്കി ഭാഗം അയാൾ പോക്കറ്റിടും. അങ്ങനെ പണം വാങ്ങി 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 ഇയാളങ്ങ് വീർത്ത് ചീർത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. സ്വന്തക്കാരായ യഹൂദരോട് ഒരു കരുണയും ഇയാൾക്കില്ല. അവരിയാളെ ഒറ്റയ്ക്ക് കിട്ടിയാല് കല്ലെറിയാൻ, ഇരുട്ടടി കൊടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ സക്കേവൂസിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം. എന്താണ്? ഈശോയെ കാണണം. എന്നിട്ട് അദ്ദേഹം ഓടി, ഈശോയ്ക്ക് മുമ്പേ ഓടി സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറി കാത്തിരിക്കുകയാണ്.
നിങ്ങൾ ഓർമ്മ ഈ സക്കേവൂസ് ജില്ലാ കളക്ടറുടെ പവറുള്ള ആളാണ്. നമ്മുടെ ഈ കളക്ടറെ നമ്മൾ എന്തുകൊണ്ടാണ് കളക്ടർ എന്ന് വിളിക്കുന്നത്? അയാൾ എന്താണ് കളക്ട് ചെയ്യുന്നത്? കുഞ്ഞുനാളിൽ എനിക്ക് എന്നും ഒരു ആകാംക്ഷയായിരുന്നു, ഈ കളക്ടർ എന്താണാവോ കളക്ട് ചെയ്യുന്നത്. പിന്നെ ആരോ പറഞ്ഞു തന്നു, ഇയാൾ കളക്ട് ചെയ്യുന്നത് റവന്യൂ ആണ്, ടാക്സ് കളക്ടറാണ് ജില്ലാ കളക്ടർ. അപ്പോ വലിയ മനുഷ്യനാണ്, വലിയ സ്ഥാനമുള്ള ആളാണ് ഈ സക്കേവൂസ്. ഇയാള് മരത്തിന് മുകളിൽ കയറിയിരിക്കാന്നൊക്കെ പറഞ്ഞ എല്ലാ ഇടപാട്. അങ്ങനെയാണ് ഈശോ ഈ പരിവാരങ്ങളുള്ള വരുന്നു. കർത്താവ് ആ മരത്തിന്റെ മുകളിൽ താഴെ എത്തിയപ്പോഴത്തേക്ക് മുകളിലേക്ക് നോക്കി. ശിഷ്യന്മാരെല്ലാരും കൂടെ നോക്കി പ്രാർത്ഥിച്ചു, കർത്താവ് എന്നതെങ്കിലും കാണണേ, കാരണം ഇന്നലെയാണ് അവൻ ഒരു മരത്തെ ശപിച്ചത്, അതിനകത്ത് ഫലങ്ങളില്ലായിരുന്നു, അതുകൊണ്ട് ഇതേലെങ്കിലും എന്തേലും കാണണേ ഓർത്ത് എല്ലാരും കൂടെ നോക്കിയപ്പം താണ്ടിരിക്കുന്നു നമ്മുടെ ജില്ലാ കളക്ടർ. എവിടെയാണ്? മരത്തെ കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. എന്താണ്? പിടിച്ചു. കർത്താവ് ഇപ്പം സക്കേവൂസിനെ വഴക്ക് പറയാനായിട്ട് പോവാണ്. പക്ഷെ സക്കേവൂസിനെ കണ്ടിട്ട് ഈശോ എന്ത് ചെയ്തു കാണും? എന്റെ വിചാരം ഒന്ന് ചിരിച്ചു കാണും, പൊട്ടിച്ചിരിച്ചു കാണും. കർത്താവ് ചിരിച്ചെന്ന് മാത്രം ബൈബിളിൽ എഴുതിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് സംശയം. എന്റെ ഒരു വിചാരം, ഈ പത്രോസ് സുവിശേഷം എഴുതിയായിരുന്നെങ്കിൽ മുഴുവൻ ചിരിയായിരുന്നേ. കാരണം പുള്ളി തന്നെ ഒത്തിരി ചിരിക്കാനുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എഴുതിയതെല്ലാം സീരിയസ് ആൾക്കാരാണ്. യോഹന്നാനും മത്തായിയും ഒക്കെയാണ് എഴുതിയത്. അതുകൊണ്ട് കർത്താവ് ചിരിച്ചെന്ന് മാത്രമല്ല, ദേഷ്യപ്പെട്ടെന്നും കരഞ്ഞെന്നും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ജില്ലാ കളക്ടറെ കണ്ട് സക്കേവൂസിനെ കണ്ട് കർത്താവ് ഒന്ന് പൊട്ടിച്ചിരിച്ചു കാണും. എന്നിട്ട് പറയുന്നത് എന്താണ്? സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കണം. നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? കർത്താവ് പോയി താമസിക്കുന്ന ഇവന്റെ വീട്ടിലാണോ? ചിലപ്പോഴൊക്കെ എന്നോട് ഓരോരുത്തർ വന്ന് ചോദിക്കും, പിതാവ് അവന്റെ കൂടെ നിന്നൊക്കെയാണോ ഫോട്ടോ എടുക്കുന്നത്? നമ്മളാണെ മറന്നേ പോയി, ആരാണ് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് നമുക്കറിയാം. ഞാൻ ചോദിച്ചു, ആരായത്? അവൻ ശരിയല്ല, അവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല. അതാണ് നമ്മുടെ മനസ്സ്. ഒരുത്തരുടെ കൂടെ നമ്മളിങ്ങനെ ആൾക്കാരെ ലേബൽ ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുക. ഇവന്റെ ഒക്കെ കൂടെയാണോ പോയി താമസിക്കുന്നത്? ഏതായാലും സക്കേവൂസ് അറിഞ്ഞ് എല്ലാവരെയും വിളിച്ചു. സക്കേവൂസിന്റെ യൂണിയനിൽപ്പെട്ട എല്ലാ ചുങ്കക്കാരെയും വിളിച്ചിട്ടുണ്ട്. കർത്താവിനും ശിഷ്യന്മാർക്കും നല്ല മൃഷ്ടാന്ന ഭോജനം കൊടുക്കുകയാണ്. കർത്താവാണെങ്കിൽ നന്നായിട്ട് കഴിക്കുകയാണ്. ഭോജനപ്രിയൻ എന്നൊക്കെ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ശിഷ്യന്മാർക്ക് വിശപ്പിന്റെ അസുഖമുള്ളവരാണ്, അവരും നല്ല ഭക്ഷണം കഴിക്കുന്നു. ഒരേ ഒരാൾക്ക് മാത്രം വിശപ്പില്ല. ആർക്കാണത്? സക്കേവൂസിനാണ്. സക്കേവൂസ് എഴുന്നേൽക്കുകയാണ്, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വക, ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുക, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഇരട്ടിയായിട്ട് കൊടുക്കുക. എന്റെ സക്കേവൂസ്, നിന്നോട് ഇതിപ്പോ ആരാ പറഞ്ഞേ കൊടുക്കാൻ? ആരും പറഞ്ഞില്ല. സ്നേഹം എന്നെ സ്പർശിച്ചു. അതാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ സ്നേഹം. സ്നേഹം എന്നെ സ്പർശിച്ചു. സ്നേഹത്താൽ പ്രേരിതമായി ചെയ്യുന്നതാണ് ക്രൈസ്തവമായ ധാർമ്മികത എന്ന് പറയുന്നത്. അല്ലാതെ ശിക്ഷയെ ഭയന്നിട്ട് ചെയ്യുന്നതല്ല. ഇത് വലിയ വ്യത്യാസമാണ്. ശിക്ഷയെ ഭയന്നിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നതും സ്നേഹത്താൽ പ്രേരിതമായി ഞാനൊരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത് ഈ സ്നേഹമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അവിടുന്ന് സ്വന്തം ജീവൻ നമുക്കായിട്ട് തന്ന് നമ്മളെ സ്നേഹിക്കുകയാണ്. അവിടെ നിന്ന് ഇന്നും തുടരുകയാണ് സഭയിലൂടെ. നമുക്ക് ഈ സഭയെ കുറിച്ചൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സഭയെന്ന് പറയുന്നത് ഈശോ സ്വർഗാരോപണം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോ ശിഷ്യന്മാരെല്ലാരും കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ സഭ. ഇത് മാനുഷികമായ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, സഭയെന്ന് പറയുന്നത് ഈശോയുടെ ശരീരമാണ്. ഗലാത്യ ലേഖനം, എഫെസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. സഭ മിശിഹായുടെ ശരീരമാണ്. അപ്പൊ ഇപ്പോഴെവിടെയാണ് ഈശോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയിലാണ്. സ്ലീഹ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, നമ്മൾ സഭ കർത്താവിന്റെ ശരീരമാണ്, നമ്മൾ അവയവങ്ങളാണ്, ശിരസ് കർത്താവാണ്. ഇതാണ് സഭ. കുൾട്ടൻ ജഷീൻ മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിന് 4 ഘട്ടങ്ങൾ. 1-ാമത്തെ ഘട്ടം എന്താണ്? അനാദി മുതൽ പിതാവിനോടൊപ്പമായിരിക്കുന്ന പുത്രൻ. മനുഷ്യാവതാരം വരെ 1-ാമത്തെ ഘട്ടം. 2-ാമത്തെ ഘട്ടം മനുഷ്യാവതാരം. മനുഷ്യനെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് മനുഷ്യ രൂപമെടുത്ത് കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവരിയിൽ യാഗമായി. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. പിന്നെ 3-ാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ്. അതെന്താണ്? പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തിൽ ഉപവിഷ്ടനായി. 4-ാമത്തെ ഘട്ടം ഇന്ന് ആരംഭിച്ചു. അതേതാണ്? പന്തക്കൊസ്തായിൽ ആരംഭിച്ചു. പന്തക്കൊസ്തായിൽ ഈശോ പുതിയ ഒരു ശരീരമെടുത്തു. അതെന്താണ്? ആ ശരീരത്തിന്റെ പേര് സഭ. സഭ മിശിഹായുടെ ശരീരമാണ്. അതുകൊണ്ടാണ് ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം സഭയും ചെയ്യാൻ ശ്രമിക്കുകയാണ്.
നിങ്ങൾ ഓർക്കണം, നമ്മുടെ ആശുപത്രികൾ, ക്രൈസ്തവ സംസ്കാരത്തിലാണ് ആശുപത്രികൾ ആരംഭിച്ചതെങ്കിൽ ആശുപത്രികൾ നമ്മൾ തുടങ്ങാൻ കാരണം ഈശോയുടെ ഈ രോഗി സൗഖ്യ ശുശ്രൂഷ, രോഗ സൗഖ്യ ശുശ്രൂഷ തുടരണം എന്നുള്ളതിലാണ് ആശുപത്രികൾ നമ്മൾ ആരംഭിച്ചത്. അവിടുന്ന് വചനം പ്രഘോഷിച്ചു, ഇന്നും സഭ വചനം പ്രഘോഷിക്കുന്നു. അവിടുന്ന് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചു, അത് ആരാധനാക്രമത്തിലൂടെ സഭ ഇന്നും മനുഷ്യന് സമൃദ്ധിമാക്കുന്നു. അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. നിങ്ങൾക്ക് ഇന്ന് ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കാം. ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് ക്രൈസ്തവ സമൂഹങ്ങളാണ്. കത്തോലിക്ക സഭ ഒട്ടും പുറകിലല്ല, നിങ്ങളുടെ അതിരൂപതയും ഒട്ടും പുറകിലല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ അതിരൂപതയുടെയൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ഗ്രാഹ്യം ഉണ്ടാവണം. നമ്മൾ അതിരൂപതയുടെ കാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. വലിയ ഒരു തുകയാണ് നിങ്ങൾ ഓരോ വർഷവും സമാഹരിക്കുന്നത്. നമ്മുടെ അതിരൂപതാ ദിനം നാളെയാണല്ലോ. അതിരൂപതാ ദിനത്തിന് ജീവകാരുണ്യത്തിന്റെ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട്. മിനിമം 25 കോടി രൂപയാണ് നമ്മുടെ ഇടവകകളും അതിരൂപതയും കൂടെ ചേർന്ന് ഓരോ വർഷവും മിനിമം, എല്ലാ ഇടവകളും കണക്ക് തന്നാൽ അതിന്റെ 3 ഇരട്ടിയാവും എന്നാണ് പറയുന്നത്. കിട്ടുന്ന കണക്ക് വെച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ 25 കോടി രൂപയാണ് നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കുന്നത്. നമ്മുടെ അതിരൂപതയിൽ തന്നെ നമുക്ക് 100-ലധികം കാരുണ്യ ഭവനങ്ങളുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഭവനങ്ങൾ, അൽമായിര് നടത്തുന്ന ഭവനങ്ങൾ, വൈദികർ നടത്തുന്ന ഭവനങ്ങൾ, 100-ലധികം കാരുണ്യ ഭവനങ്ങൾ നമ്മുടെ അതിരൂപതയിലുണ്ട്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങള്, അതുപോലെ പ്രായമായ അപ്പച്ചന്മാര്, അമ്മച്ചിമാര്, ഉപേക്ഷിക്കപ്പെട്ടവര്, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങള്, നമ്മുടെയൊക്കെ സിസ്റ്റേഴ്സിന്റെ ശുശ്രൂഷകളെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. അതോടൊപ്പം ഈ വിൻസെന്റ് പോൾ സൊസൈറ്റിയിലൂടെ അനേകം കുടുംബങ്ങളെ നമ്മൾ ശുശ്രൂഷിക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ നമ്മുടെ ജർമ്മനിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ജോസഫ് പതാലിലച്ചൻ, അച്ഛന്റെ ഈ വർഷങ്ങളിലെ മുഴുവൻ സമ്പാദ്യം 3 കോടി രൂപയുണ്ട്. അത് മുഴുവൻ അതിരൂപതയ്ക്ക് തന്നു. 100 ഭവനങ്ങൾക്ക് 20,000 രൂപ വീതം അതിന്റെ പലിശ കൊണ്ട് കൊടുക്കണം. നമ്മൾ ആ പദ്ധതി ആരംഭിച്ചു. നാളെ അത് അതിരൂപതാ ദിനത്തിൽ അത് ഔദ്യോഗികമായിട്ട് വരും. അഭിമന്യ പെരുന്തോട്ടം പിതാവ് അദ്ദേഹത്തിന്റെ പിതൃസ്വത്തായ 50 ലക്ഷം രൂപ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾക്ക് ഓരോ വർഷവും നിശ്ചിത തുക കൊടുക്കാനായിട്ട് നൽകുകയാണ്. അതുപോലെ നമ്മുടെ അതിരൂപത അതിർത്തിയിലുള്ള 3 മെഡിക്കൽ കോളേജുകളുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം. ഈ 3 മെഡിക്കൽ കോളേജുകളോട് ചേർന്നും നമുക്കിപ്പോൾ കാരുണ്യ ഭവനങ്ങളുണ്ട്. നമുക്ക് അഭിമാനിക്കാൻ ഒത്തിരിയുണ്ട്. തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാം ലൂർദ് മാതാ ക്യാൻസർ കെയർ, 100ഓളം ക്യാൻസർ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും, അത് എവിടെ നിന്നെല്ലാം വന്നാലും നമ്മൾ അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച്, നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരും കൂടെ അവർക്കെല്ലാം സൗജന്യ ഭക്ഷണവും താമസവും കൊടുക്കുകയാണ്. അതുപോലെ ഒരു ഭവനം മുടിയൂർക്കര പള്ളിയോട് ചേർന്ന് കരുണാലയം ഉണ്ട്. നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായിട്ട് വരുന്നവർക്ക് ശുശ്രൂഷ കൊടുക്കുക. അത് അവരുടെ ഇടവകക്കാര് തന്നെ ഏറ്റെടുത്ത് നടത്തുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയം തന്നെ അതിരമ്പുഴ ഫൊറോന പള്ളി ഈ അടുത്ത നാളിൽ സമർപ്പിച്ചു. ഒരു ഫ്ലാറ്റിൽ വന്ന് താമസിച്ചു പോകാം, കുടുംബമായിട്ടൊക്കെ താമസിച്ചു. അതിരമ്പുഴയാണ്, തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ്. ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷം നമ്മൾ മദർ തെരേസ ഹോം തുടങ്ങി. ബഹുമാനപ്പെട്ട ജെയിംസ് പഴയമടവച്ചന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജായിട്ട് വളരുന്നതാണ്. അവിടെ വരുന്ന രോഗികൾക്ക് സൗജന്യ താമസവും ഭക്ഷണവും കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെ മെഡിക്കൽ കോളേജുകളോട് ചേർന്നുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ. പിന്നെ നമ്മുടെ കളറെ ഹോം പദ്ധതിയിലൂടെ നമ്മുടെ അതിരൂപത കുടുംബം മുഴുവനായിട്ട് കൊടുക്കുന്ന വലിയൊരു സംഭാവന. അതിലൂടെ എത്രയോ ഭവനങ്ങൾ നമ്മൾ പണിതു. കളറെ ഹോം പദ്ധതിയിലൂടെ 3000-ലധികം കുട്ടികൾക്ക് നമ്മൾ പലിശരഹിതമായിട്ട് എത്ര ലോൺ കൊടുത്തു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ സഹായിച്ചു. ഇതെല്ലാം നിങ്ങൾ എല്ലാവരും കൂടെ തരുന്നതാണ്. മെത്രാന്മാര് ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും കൊണ്ടുവരുന്ന അല്ല, നമ്മുടെ ജനം തരുന്നതാണ്. നമ്മുടെ ജനം. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. എനിക്ക് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ അഭിമാനമുണ്ട്. 4 ലക്ഷം ജനങ്ങൾ, 230 ഇടവകകൾ, ഏതാണ്ട് 505 ഏറ്റവും കൂടുതൽ വൈദികരുള്ള ഒരു അതിരൂപതയായി നമ്മൾ മാറി. 505 വൈദികര്, 2 മെത്രാന്മാര്, അല്ലെ? അതും കുറയ്ക്കണ്ട. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു വലിയ അതിരൂപതയാണ്, വലിയൊരു കൂട്ടായ്മയാണ്. നമ്മുടെ അതിരൂപതയും ഇടവകകളും നമ്മുടെ സ്ഥാപനങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഈ പൊതുസമൂഹത്തിന് നൽകുന്ന ശുശ്രൂഷയുടെ ചരിത്രം അത് വളരെ മഹത്തായ ഒരു ചരിത്രമാണ്
എന്നുള്ളത് പറയാൻ ഞാൻ ആഗ്രഹിക്കും. വ്യക്തികള് ഇതൊന്നും കൂടാതെയാണ് വ്യക്തികളും പ്രസ്ഥാനങ്ങളും നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ. അപ്പോ നമ്മുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റികള്, നമ്മുടെ ട്രസ്റ്റുകള്, ഇവരെല്ലാം ചെയ്യുന്ന ശുശ്രൂഷകൾ, അങ്ങനെയെല്ലാം നോക്കുമ്പോൾ കാരുണ്യമാണ് നമ്മുടെ സഭയുടെ പൊതുസമൂഹത്തിലെ ഏറ്റവും സാക്ഷ്യമുള്ള ഒരു മുഖം. അത് ഏറ്റവും ഫലപ്രദമായിട്ട് നിർവഹിക്കുന്നതിൽ നിങ്ങളുടെ വലിയ സംഭാവനകളെയെല്ലാം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്ക് ഇനിയും സഹായിക്കാൻ ഒത്തിരി പേരുണ്ട്. ഓരോ പ്രാവശ്യവും ഓരോ വ്യക്തികളുടെയും ജീവിതം ശ്രമിക്കുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. മനുഷ്യരൊക്കെ എങ്ങനെല്ലാം ജീവിക്കുന്നു നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ പ്രസ്ഥാനം കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കാനായിട്ട് ഇടയാകട്ടെ. നമുക്ക് അടുത്ത തലമുറയെ കൂടി കൂടുതലായിട്ട് ഇതിലേക്ക് ആകർഷിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.